السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട പഠിതാക്കളെ, ഇഹ്യാ ഉലുമുദ്ദീൻ തസവുഫ് നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ആമുഖ ക്ലാസ്സിൽ ഗൂഗിൾ മീറ്റിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെട്ടുമുള്ള കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി നാം നേരെ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നും ആമുഖം പറഞ്ഞിരുന്നാൽ വിഷയം ഇവിടെ എത്തൂലല്ലോ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇഹ്യാ ഉലുമുദ്ദീൻ 4 പാർട്ടുകളാണ്. ഇബാദാത്ത്, ആദാത്ത്, മുഹ്ലിക്കാത്ത്, മുൻജിയാത്ത് എന്നിങ്ങനെ 4 പാർട്ടുകളായിട്ടാണ് ഇഹ്യയെ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെ ഒന്നാമത്തെ പാർട്ടാണ് ഇബാദാത്ത്. ഇബാദത്തുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ കുറേ ഉണ്ടാവും. അത് തുടങ്ങുന്നത് ഇൽമുമായി ബന്ധപ്പെട്ട ബാബ് പറഞ്ഞുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും അറിവിനെക്കുറിച്ചും അറിവ് അന്വേഷണത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യവും ഇൽമിൻ്റെ അഹ്ലുകാരുടെ ഫളീലത്തുമൊക്കെ അടങ്ങുന്ന ഒരു അധ്യായമാണ് ഇൽമുമായി ബന്ധപ്പെട്ട അധ്യായം. നിങ്ങളെ കയ്യിലുള്ള കിതാബിൽ മറിച്ച് അതിലെ 18-ാം പേജാണ് എടുക്കേണ്ടത്. 18-ാം പേജിൽ അൽ ബാബുൽ അവൽ ഫിൽ ഇൽമി വ തഅല്ലും എന്ന് കാണാം. ഒന്നാമത്തെ അധ്യായം പഠനവും അധ്യാപനവുമാണ്. ഇൽമും അധ്യാപനവും, അതാണ് ഇൽമ് തഅല്ലും. അധ്യാപനമല്ല, പഠിക്കൽ. തഅല്ലുമ് പഠിക്കലാണ്, തഅലീമാണ് അധ്യാപനം. അപ്പം ഇൽമും തഅല്ലുമുമാണ് ഒന്നാമത്തെ അധ്യായം. ഹിയയിലെ 18-ാം പേജാണ് നമ്മൾ എടുക്കേണ്ടത്. തസവുഫ് നമ്മൾ സാധാരണ ഫത്ഹുൽ മുഈൻ നിങ്ങൾക്ക് ദർശനാർത്ഥി തരുന്ന പോലെ എല്ലാ ഭാഗവും വായിച്ച് അർത്ഥം വെക്കുന്നൊരു ശൈലിയിൽ പക്ഷേ ഉണ്ടാവില്ല. അങ്ങനെ ആയത് കൂടി എത്തൂല. വിഷയത്തിലേക്ക് നമുക്ക് സംസാരിക്കാനും കഴിയില്ല. അപ്പോൾ ഞാൻ കുറേ വായിക്കും, കുറേ വിഷയങ്ങൾ പറയും, എല്ലാം കൂടി ഒന്നിച്ചായിരിക്കും ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കാം. ഇഅ്ലം അന്ന ഫളീലത്തുൽ ഇൽം ശവാഹിദുഹാ മിനൽ ഖുർആനി കസീറ. ഇൽമിൻ്റെ പ്രാധാന്യം, ഇൽമിൻ്റെ ഫളീലത്ത് വിശുദ്ധ ഖുർആനിൽ അതിനെമ്പാടും തെളിവുകളുണ്ട്. ആർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അറിവിൻ്റെ പ്രാധാന്യം. ഈ പാഠത്തിൽ അത്തരം കാര്യങ്ങളാണ് പറയുക. അള്ളാഹു പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്നുള്ള വിശ്വാസികളെയും ഇൽമു നൽകപ്പെട്ടവരെയും അള്ളാഹു കുറേ പദവികൾ ഉയർത്തും. ഈ ആയത്തിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്നയാളാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്നയാളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതിൽ ഉലമായി ദറജാത്തുൻ ഫൗഖൽ മുഅ്മിനീൻ ബി700 ദറജ. സാധാരണ ഉലമാവിന് മുഅ്മിനീങ്ങളെക്കാൾ, പൊതുവിൽ മുഅ്മിനീങ്ങൾക്കുണ്ടാകുന്നതിനേക്കാളും 700 ദറജ പദവി അവർക്ക് കൂടുതലുണ്ട്. 2 ദറജകൾ, 2 പദവികൾ എന്ന് പറഞ്ഞാൽ മാബൈന ദറജത്തൈനി മസീറത്തു 500 ആം. 2 ദറജകൾക്കിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ടാവും, ദൈർഘ്യമുണ്ടാവും. അഥവാ ഒരു പദവിയിൽ നിന്ന് അടുത്ത പദവിയിലേക്കെത്താൻ 500 വർഷം സഞ്ചരിക്കണമെന്നർത്ഥം. ഈ പദവികൾ തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് പറയാനാണ് ഇത് പറയുന്നത്. അതൊരു സാധാരണഗതിയുള്ള യാത്ര ചെയ്യുമ്പോൾ എത്തുന്ന ഒരു ദൃഷ്ടിഗോചരമായ പദവിയെക്കുറിച്ചല്ല പറയുന്നത്. മാനവീയ സംഗതിയാണ് ഈ പദവികളൊക്കെ. പക്ഷേ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് ഇത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ 500 കൊല്ലത്തെ വഴിദൂരമുള്ള രണ്ട് പദവികൾക്കിടയിൽ തന്നെ 500 കൊല്ലത്തെ വഴിദൂരമുള്ള അത്തരം 700 പദവികൾ മുഅ്മിനീങ്ങൾക്കുള്ളതല്ലാത്ത, സാധാരണ മുഅ്മിനീങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു പദവി ഏതാണോ ആ പോയിൻറ്റിൻ്റെ അപ്പുറത്തേക്ക് ഉലമാവിന് 700 പദവി കൂടുതൽ വരും. മറ്റൊരാഴ്ചയിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളിൽ ഉലമാ ആണ് അള്ളാഹുവിനെ പേടിക്കുക. സ്വാഭാവികമായും അറിവുള്ളവർക്കാണ് അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കാൻ സാധിക്കുക. സ്വാഭാവികമാണല്ലോ. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ പല ഉദാഹരണങ്ങളും ഉപമകളും പറഞ്ഞിട്ടുണ്ടാവും. അത്തരം ഉപമകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചു വെക്കുന്ന ഉദാഹരണങ്ങളാണ്. പക്ഷേ അത് ബോധ്യപ്പെടുന്നത് ആലിമ്യങ്ങൾക്ക് മാത്രമാണ്. വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഇൽമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന കുറേ ഭാഗങ്ങൾ. ഇനി ഹദീസാണ് അടുത്ത ഖണ്ഡികയിൽ പറയാം. വമിനൽ അഖ്ബാരി ഖൗലുഹു അലൈഹി സ്വലാത്തു വസ്സലാം അൽ ഉലമാഉ വറസത്തുൽ അംബിയ. നമ്മൾ സാധാരണ കേൾക്കുന്ന ഹദീസാണ്.
ഉലമാ അനന്തരാവകാശികളാണ്, അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ്. അഫ്ദലുന്നാസി അൽ മുഅ്മിനുൽ ആലിം അല്ലദീ ഇൻ ഉഹ്തീജ ഇലൈഹി നഫഅ വ ഇൻ ഉസ്തുഗ്നിയ അൻഹു അഗ്നാ നഫ്സഹു. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുകയാണ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ദലായ ആൾ ആലിമായ മുഅ്മിനാണ്, മുഅ്മിനീങ്ങളിൽപ്പെട്ട ആലിമായ മുഅ്മിനാണ്. എങ്ങനെയുള്ള ആലിമായ മുഅ്മിൻ? അല്ലദീ ഇൻ ഉഹ്തീജ ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നഫഅ, അദ്ദേഹം ഉപകാരം ചെയ്യും. ആ ആലിമിന് ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിൽ ജനങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യ നിർവഹണം അദ്ദേഹം നിർവഹിക്കും. എന്നാൽ ഇൻ ഉസ്തുഗ്നിയ അൻഹു, അദ്ദേഹത്തെ തൊട്ട് ആവശ്യമില്ലായ്മ വന്നാൽ, ഇസ്തിഗ്നാ അയാളെ തൊട്ട് ആവശ്യം, അയാളെയും വിട്ട് ആവശ്യമാവുക എന്നാണ്, അദ്ദേഹത്തെ ആവശ്യമില്ലാതിരിക്കുക. എങ്കിൽ അഗ്നാ നഫ്സഹു, അദ്ദേഹം സ്വന്തം നഫ്സിനെ അതിൽ നിന്ന് മാറ്റി നിർത്തും. ഇത് ആലിമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആലിം എല്ലായിടത്തും ഒന്ന് തലയിടുന്ന അയാളായിരിക്കില്ല. ആലിം ആവശ്യമുള്ളയിടത്താണ് ആലിം ഒന്ന് തലയിടുക. നമ്മൾ വിചാരിക്കും എല്ലായിടത്തും പോയി അഭിപ്രായം പറയാം, എല്ലാവരുടെ മുമ്പിലും ആളാവുക, അപ്പോഴാണ് വലിയ വിവരമുള്ള ആളാകുക. അങ്ങനെയല്ല. താൻ ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ, തൻ്റെ സംസാരം ആവശ്യമുണ്ടെങ്കിൽ, എൻ്റെ ഒരു നിലപാട് പറയൽ ആവശ്യമുണ്ടെങ്കിൽ അതവിടെ പറയും. ഇല്ലേ, ആ വിഷയം തന്നെ ആൾക്കാർക്ക് നമ്മൾ ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയാൻ ആവശ്യമില്ല, അങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കും. ഇതാണ് ആലിം. ആവശ്യമുള്ളിടത്ത് ഇടപെടുക, ആവശ്യമുള്ളയിടത്ത് സംസാരിക്കുക എന്നൊക്കെ അർത്ഥം. എല്ലായിടത്തും കയറി ഇടപെടുക, ഞാൻ ആലിമാണ്, അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തിലും എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാണ്ട് ഞാൻ അഭിപ്രായം പറയേണ്ടവനാണ് എന്ന ചിന്തയൊന്നുമല്ല. ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ആലിമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. നബി തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അൽ ഈമാനു ഉരിയാനുൻ, വല്ലാത്തൊരു ഹദീസ്, അൽ ഈമാനു ഉരിയാനുൻ വലിബാസുഹു തഖ്വ വസീനത്തുഹുൽ ഹയാ വസമറത്തുഹുൽ ഇൽമ. വിശ്വാസം, ഈമാൻ എന്ന് പറയുന്നത് നഗ്നനാണ്, വിവസ്ത്രയാണ്. ഈമാനിന് വസ്ത്രമില്ല, ഈമാൻ നഗ്നനാണ്. പിന്നെ ഈമാൻ്റെ വസ്ത്രം ഏതാണ്? തഖ്വയാണ്. വലിബാസുഹു തഖ്വ. ഒരാൾ ഈമാനുണ്ട്, ഒരാൾക്ക് തഖ്വല്ല എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പം മനുഷ്യന് വസ്ത്രം വേണ്ടതുണ്ടോ? മനുഷ്യനാകാൻ വസ്ത്രം വേണ്ടല്ലോ. നമ്മൾ ജനിക്കുമ്പോൾ വസ്ത്രം ധരിച്ചുകൊണ്ടല്ല ജനിക്കുന്നത്. അപ്പം നമ്മുടെ വസ്ത്രം മാറ്റി വെച്ച് നമ്മുടെ മേനി എന്ന് പറയുന്നത് വസ്ത്രമൊന്നുമില്ലാത്തൊരു നഗ്നനായ അവസ്ഥ ഉണ്ട്. അതാണല്ലോ മനുഷ്യൻ. പക്ഷേ അങ്ങനെ ആരെങ്കിലും പുറത്തിറങ്ങി നടക്കുമോ? അങ്ങനെ പുറത്തിറങ്ങി ഡ്രസ്സൊന്നും ഇടാതെ പുറത്തിട്ടിട്ട് എന്നെ റബ്ബ് പഠിച്ച രീതി ഇങ്ങനെയാണ്, എൻ്റെ അസ്ല ഖിൽഖത്ത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ നടക്കണമെന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെ നടക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഉത്തരേന്ത്യയിലുണ്ട്, വേറെ കാര്യം. പക്ഷേ നമുക്കിടയിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വസ്ത്രം ധരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ സമ്പൂർണ്ണനാകുന്നത്. അപ്പം വസ്ത്രം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈമാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തഖ്വ. ഒരാൾക്ക് ഈമാനുണ്ട്, തഖ്വല്ല. എന്നാൽ വസ്ത്രമില്ലാത്ത ഈമാനാണ് അവൻ്റെ ഈമാൻ എന്നർത്ഥം. എത്രമാത്രം ചിന്തിക്കേണ്ട ഒരു ഹദീസാണിതെന്ന് ആലോചിച്ച് നോക്കുക. ഈമാൻ്റെ വസ്ത്രമാണ് തഖ്വ. വസീനത്തുഹുൽ ഹയാ, ഈമാൻ്റെ ഭംഗി എന്ന് പറയുന്നത് ലജ്ജയാണ്. മനുഷ്യന്മാരാകുന്ന നമ്മൾ വസ്ത്രം ധരിക്കും, ഭംഗിക്ക് വേണ്ടി നമ്മൾ പിന്നെ മേക്കപ്പുകൾ ഇടുന്ന ആളുകൾ ഒരു വശത്തുണ്ടാവും. വസ്ത്രം തന്നെ ഭംഗി കൂട്ടാൻ നമ്മൾ അത് അലക്കും, നമ്മളത് ഇസ്തിരിയിടും, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യും. ഇത് സീനത്തിന് വേണ്ടിയാണ്. ഈമാൻ്റെ സീനത്ത് ലജ്ജയാണ്. നമ്മൾ സാധാരണ ഉളുപ്പ് എന്നൊക്കെ പറയുന്ന സാധനം, ലജ്ജ ഈമാൻ്റെ പകുതിയാണ്. അൽ ഹയാവു നിസ്ഫുൽ ഈമാൻ, അൽ ഹയാവു ശുഅബത്തും മിനൽ ഈമാൻ എന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പോൾ ലജ്ജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈമാൻ്റെ പിന്നെ സീനത്താണ് ഹയാവ്. വസമറത്തുഹുൽ ഇൽമ്, നമ്മുടെ വിഷയം അവിടെയാണ്. അതിൻ്റെ ഫലം, ഈമാൻ്റെ ഫലം എന്താണ്? അത് ഇൽമാണ്, അറിവാണ്. ഈമാൻ ഒരു മരം കുഴിച്ചിടുമ്പോൾ അതിൽ നിന്നൊരു ഒരു ഫലം നമ്മൾ പ്രതീക്ഷിക്കും. അണ്ടിയായിട്ടോ മാങ്ങയായിട്ടോ മറ്റ് ചക്കയായിട്ടോ മറ്റെന്തെങ്കിലും പഴങ്ങളായിട്ടോ നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈമാൻ്റെ സമൃദ്ധ ഇൽമാണ്. നബി തങ്ങൾ ഇങ്ങനെ ഒരു ഹദീസ് പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ അഖറബുന്നാസി മിൻ ദറജത്തിൻ നബുവത്തി അഹ്ലുൽ ഇൽമി വ അഹ്ലുൽ ജിഹാദ്, അമ്പിയാക്കളുടെ സ്ഥാനത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, അമ്പിയാക്കളെ പോലെ നിൽക്കുന്ന, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത ആൾക്കാർ ഇൽമിൻ്റെ അഹ്ലുകാരും ജിഹാദിൻ്റെ അഹ്ലുകാരുമാണ്. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരും അറിവ് സമ്പാദിക്കുന്നവരും. എന്താണ് അവരുടെ പ്രത്യേകത? അഹ്ലുൽ ഇൽമ് എന്താ ചെയ്യുന്നത്? ഇൽമിൻ്റെ അഹ്ലുകാർ അമ്മ അഹ്ലുൽ ഇൽമി ഫലി അന്നഹും ഖദ് ദല്ലുന്നാസ അലാ മാ ജാഅത് ബിഹിർ റുസുൽ. ഉലമാ എന്താ ചെയ്തത്? മുർസലീങ്ങൾ കൊണ്ടുവന്ന ആശയത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. ജിഹാദ് ചെയ്യുന്ന ആളുകളോ അവർ ഫജാഹദു ഫി അസിയാഫിഹിം അലാ മാ ജാഅത് ബിഹിർ റുസുൽ, മുർസലീങ്ങൾ കൊണ്ടുവന്ന ആശയത്തിന് വേണ്ടി അവർ വാളെടുത്തുകൊണ്ട് ആയുധമെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. രണ്ടുപേരും നിർവഹിക്കുന്ന ധർമ്മം ഒരേ ധർമ്മമാണ്. അമ്പിയാക്കൾ കൊണ്ടുവന്ന ഋജുവായ പാതയുണ്ട്, സത്യപാതയുണ്ട്. ആ പാതയുടെ പിന്നെ പ്രചരണം, അതിൻ്റെ വികാസം, ഇതാണ് അവർ ചെയ്യുന്നത്.
ഒരു ജിഹാദ് ചെയ്യുന്നവർ യുദ്ധം ചെയ്തുകൊണ്ട് അതിനെ വികാസമുണ്ടാക്കുന്നു, മറ്റവർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് വികാസമുണ്ടാക്കുന്നു. രണ്ടുപേരും ചെയ്യുന്നത് അമ്പിയാക്കൾ കൊണ്ടുവന്ന ആശയത്തിൻ്റെ പ്രഘോഷണമാണ് എന്നർത്ഥം. അതാണ് മുജാഹിദീങ്ങളും അതുപോലെ ആലിമ്യങ്ങളും ചെയ്യുന്ന ധർമ്മം എന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അൽ ആലിമു അമീനുല്ലാഹി ഫിൽ അർള്, ആലിം ഭൂമിയിലെ അള്ളാഹുവിൻ്റെ വിശ്വസ്തനാണ്. തശ്ഫഉ യൗമൽ ഖിയാമത്തി അംബിയാഉ സുമ്മ ഉലമാഉ സുമ്മ ശുഹദാ, ഖിയാമത്തിൽ ശഫാഅത്ത് ചെയ്യുന്നവരാണ് അമ്പിയാക്കൾ, ആലിമീങ്ങൾ, ശുഹദാവൊക്കെ. ഇങ്ങനെയുള്ള വിവിധങ്ങളായ ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. ഇനിയൊരു സൂഫിയാക്കളുടെ വർത്തമാനങ്ങൾ പറയാണ്. വഖാല ഫത്ഹുൽ മൗസലി അലൈഹിസ്സലാം മരീദു ഇദാ മനഅ തഅമ വശറബ വദ്ദവഅ യമൂത്ത്. അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് ആളുകളോട്, ഒരു രോഗിക്ക് ഭക്ഷണവും വെള്ളവും മരുന്നുമൊന്നും കൊടുക്കാതിരുന്നാൽ അയാൾ മരിച്ചു പോവുകയില്ലേ? ഒരാശയം പ്രകാശിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ ശിഷ്യന്മാരോട് ഫത്ഹുൽ മൗസലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സൂഫിയാക്കളുടെ പ്രമുഖനാണ്, അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് പാഠങ്ങളിൽ വരുന്ന വഴിയിൽ പലതും കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫത്ഹുൽ മൗസലി തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഒരു രോഗി, ആ രോഗിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, മരുന്ന് കൊടുക്കുന്നില്ല, ആൾ ജീവൻ പോവില്ലേ? സ്വാഭാവികമായിട്ടും അതെ, ജീവൻ പോവും. ഖാലൂ നഅം. അപ്പോൾ ഫത്ഹുൽ മൗസലി പറയാം, എങ്കിൽ കദാലിക്കൽ ഖൽബ് ഇദാ മുനിഅ അൻഹുൽ ഹിക്മത്തു വൽ ഇൽമു സലാസത അയ്യാമിൻ മാത്ത. ഖൽബ് അങ്ങനെയാണ്, മനുഷ്യൻ്റെ ഖൽബ്. ഒരു 3 ദിവസം ഇൽമും ഹിക്മത്തും കൊടുക്കാതിരുന്നാൽ അത് ചത്തുപോകും. നമ്മളിപ്പോൾ ഒരു രോഗിക്ക് 3 ദിവസം ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, മരുന്നും കൊടുത്തില്ല, സ്വാഭാവികമായിട്ടും ജീവൻ പോവും. ഇത് മനുഷ്യൻ്റെ ഖൽബിൻ്റെയും അവസ്ഥ അതാണ്. മനുഷ്യൻ്റെ ഖൽബിന് ജീവൻ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഭക്ഷണവും വെള്ളവുമാകുന്ന ഹിക്മത്തും ഇൽമും കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു 3 ദിവസം ഖൽബിലേക്ക് ഒരു ഇൽമും കയറിയിട്ടില്ല, ഒരു ഹിക്മത്തും കയറിയിട്ടില്ല, അത് ചത്ത മാതിരിയാണ്. അത് ചത്തതിന് സമാനമാണ്, ജീവനില്ലാത്തതിന് സമാനമാണ്. വലഖദ് സദഖ്, ഈ ഫത്ഹുൽ മൗസലി സത്യം പറഞ്ഞ വളരെ സത്യമാണ്. കാരണം ഇത് ഗിദാഉൽ ഖൽബി അൽ ഇൽമു വൽ ഹിക്മ, ഖൽബിൻ്റെ ഭക്ഷണമെന്ന് പറയുന്നത് ഇൽമും ഹിക്മത്തും. നമ്മുടെ ഖൽബിന് ഭക്ഷണം വേണം വളരാൻ, അതിന് വെള്ളം വേണം വളരാൻ, അത് ഇൽമും ഹിക്മത്തുമാണ്. ഒബിഹിമ ഹയാത്തുഹു, കമാന ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭക്ഷണം ത്വാമും ഷറാബും ഒക്കെ അതിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ സാധനമായതുപോലെ നമ്മുടെ ഖൽബിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ അതിൻ്റെ ഇന്ധനമാകുന്നു ഭക്ഷണം, ഇൽമും ഹിക്മത്തും. അപ്പോൾ ഒരാൾക്ക് ഇൽമില്ലാതായ ഫഖൽബുഹു മരീദുൻ, അവൻ്റെ ഖൽബ് മരീദാണ്, അവൻ്റെ മരണം അനിവാര്യമാണ്. രോഗിയായി കഴിഞ്ഞാൽ പിന്നെ മരണം അനിവാര്യമാണ്. ചത്തുപോയ ചത്തുപോയ ഹൃദയങ്ങൾ വലിയ പ്രശ്നമാണ്. ഹൃദയങ്ങൾ എപ്പോഴും സജീവമാവണം. അവനത് അറിയും കൂടിയില്ല. വലൈസ യശ്അറു ബിഹി ലിഅന്ന ശവാഗില ദുനിയ അബ്തലത് ഇഹ്സാസഹു, അവനത് അറിയില്ല. നമ്മുടെ ഹൃദയം ജീവനില്ലാത്തതാകുന്നു. ഹൃദയത്തിന് ഈ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജീവൻ എന്ന് പറഞ്ഞാൽ അതല്ല കേട്ടോ, ഇതിൻ്റെ ആത്മീയ വശത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ജീവനില്ലാത്ത ഒരു ചത്തതിന് സമാനമായ ഹൃദയമാണ് എൻ്റെ ഹൃദയം എന്നുള്ള കാര്യം പോലും അവനെ അറിയില്ല. കാരണം എന്തുകൊണ്ട്? ദുന്യവിയായ ശവാഗിൽ അവൻ്റെ എല്ലാ ബോധങ്ങളെയും അവൻ്റെ ഇന്ദ്രിയങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവന് എല്ലാ ദുന്യവിയായ കാര്യങ്ങൾ ശൂലായിരിക്കുകയാണ്. നമ്മുടെ തൊഴിൽ, നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ശമ്പളം, ഇങ്ങനെ തുടങ്ങിയിട്ട് മുഴുവൻ ദുന്യവിയായ ശൂലിൽ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ആറാടുന്നത് കൊണ്ട് ഇത്തരം ബോധങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മരണത്തിൻ്റെ സമയത്ത് ഈ ശൂലക്കട് മാറും. ഫൈദാ കശഫാനുഹുൽ മൗത്തു തിൽക ശവാഗിൽ അഹസ്സ ബി അലമിൻ അദീം വതഹസ്സറ തഹസ്സുറൻ ലാ ആഖിറ ലഹു. അപ്പോഴാണ് വലിയ വേദന അനുഭവിക്കുക. അറ്റമില്ലാത്ത വിഷമം ആ സമയത്തുണ്ടാവുക. എൻ്റെ ജീവിതം മുഴുവനും നശിച്ചു പോയല്ലോ, എല്ലാം വൃഥാവിലായല്ലോ എന്ന ചിന്ത ആ സമയത്താണ് വരിക. ഞാൻ 10-60 കൊല്ലം ജീവിച്ച് ഞാൻ ഇപ്പോൾ എന്താ ഉണ്ടാക്കിയത്? ഞാൻ മക്കൾക്ക് കുറേ മുതലുണ്ടാക്കി, ഞാൻ നല്ലൊരു പേരുണ്ടാക്കി, ഞാൻ ഗൾഫിൽ പോയി, അങ്ങനെ ആക്കി. പക്ഷേ എൻ്റെ ആഖിറത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? അവസാന സമയത്ത്, മരണസമയത്തായിരിക്കും ആ ബോധം വരിക. വതഹസ്സറ തഹസ്സുറൻ ലാ ആഖിറ ലഹു. അതാണ് നബിതങ്ങൾ പറഞ്ഞൊരു ഹദീസിൻ്റെ മാന, അന്നാസു നിയാമുൻ ഫഇദാ മാതു ഇൻതബഹു. ജനങ്ങളൊക്കെ ഉറങ്ങുകയാണ്, എല്ലാവരും ഉറങ്ങുന്നവരാണ്, മരിക്കുമ്പോൾ ഉണരും. വല്ലാത്തൊരു ഹദീസാണ്. എല്ലാവരും ഉറങ്ങുകയാണ്, എപ്പോഴാണ് ഉണരുക? മരിക്കുമ്പോൾ ഉണരും. മരിക്കുമ്പോൾ ഉറങ്ങുമെന്നല്ല, അതുവരെ മനുഷ്യനൊക്കെ അശ്രദ്ധവാന്മാരാണ് എന്നർത്ഥം. മരിച്ചവരാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങുകയാണ്, എല്ലാവരും ഉറക്കലാണ്, ആർക്കും ശ്രദ്ധയില്ല. മരിക്കാൻ നേരത്തൊരു ബോധം ഉണ്ടാകലുണ്ട്. ആ ബോധം കൊണ്ട് കാര്യമില്ല, എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. അന്നാസു നിയാമുൻ ഫഇദാ മാതു ഇൻതബഹു. അപ്പം 19-ാം പേജിലെ 2 ഖണ്ഡികയാണ് ഇപ്പം അവസാനിച്ചിട്ടുള്ളത്. തൽക്കാലം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു, കാമണിക്കൂറായല്ലോ. അല്പവും കൂടി സ്പീഡിൽ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാ ഭാഗവും ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾ കിതാബ് നോക്കിക്കൊണ്ടായിരിക്കണം ഇത് കേൾക്കേണ്ടത്.
എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ സംസാരിച്ചുകൊണ്ട് ഇത് തീർക്കണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.